മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു ബിസിനസ്മാൻ, രാജ്യത്തെ മികച്ച ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാൾ. ഒരു സാധാരണ വീട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹം യാത്രകൾക്കായി ഉപയോഗിക്കുന്നതാകട്ടെ വെറും 6 ലക്ഷം രൂപയുടെ ഒരു കാറും. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെന്നൈയിൽ ഒരു ചെറിയ ചിട്ടി ബിസിനസ്സിലൂടെ തുടങ്ങി ഇന്ന് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഫൈനാൻസിംഗ് മുതൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് വരെ, ലൈഫ് ഇൻഷുറൻസ് മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ പരന്നു കിടക്കുന്ന 1.5 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ. 30-ലധികം ഗ്രൂപ്പ് കമ്പനികളും 1,08,000 എംപ്ലോയീസുമുള്ള ശ്രീറാം ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ രാമമൂർത്തി ത്യാഗരാജനാണ് ആ വ്യക്തി. റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ ത്യാഗരാജൻ 6,210 കോടിയോളം രൂപ ദാനകർമ്മങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിന് കീഴിലെ മുൻനിര കമ്പനിയായ ശ്രീറാം ഫിനാൻസിന്റെ നിലവിലെ വിപണി മൂല്യം ഏകദേശം $8.5 ബില്യൺ. കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സ്കോർ നോക്കാതെ നിലവിലുള്ള കസ്റ്റമേഴ്സ് കൊടുക്കുന്ന റെഫറൻസസിനെ വിശ്വസിച്ചാണ് ശ്രീറാം ഫൈനാൻസ് ലോൺ കൊടുക്കുന്നത്. മതിയായ ക്രെഡിറ്റ് ചരിത്രമില്ലാത്തവർക്ക് പണം കടം നൽകുന്നത് അപകടകരമല്ലെന്ന് തെളിയിക്കാനാണ് താൻ കമ്പനി ആരംഭിച്ചതെന്ന് അദ്ദേഹം ഒരിക്കൽ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനേക്കാൾ കുറഞ്ഞ ശമ്പളമേ തന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുള്ളൂവെങ്കിലും ഭൂരിഭാഗം എംപ്ലോയീസും അതിൽ തൃപ്തരാണെന്ന് അദ്ദേഹം പറയുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ഒരു ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം കൂടിയാണിത്. കമ്പനിയിലെ തന്റെ ഓഹരികളെല്ലാം അദ്ദേഹം ഒരു കൂട്ടം ജീവനക്കാർക്ക് വിട്ടുകൊടുത്തു. തന്റെ മുഴുവൻ പണവും ശ്രീറാം ഉടമസ്ഥാവകാശ ട്രസ്റ്റിന് കൈമാറി. പണം കൊണ്ട് മാത്രം ജീവിതത്തിൽ സന്തോഷം ലഭിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം.